പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമായി തുടരവെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന വ്യവസായിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച ഇറാൻ. യുഎയിലെ അബുദാബിയിൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയം പ്ലാന്റിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കാര്യമായ നാശനഷ്ടമുണ്ടായെന്ന് സ്ഥിരീകരിച്ചു. 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. ബഹ്റിൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അലൂമിനിയം ബഹ്റിൻ മാമീറിലെ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. ലോകത്തെ ഏറ്റവും വലിയ അലൂമിനിയം ഉരുക്കൽ കേന്ദ്രങ്ങളിലൊന്നാണിത്. ഇതിനിടെ ആക്രമണ സാധ്യതയുള്ളതിനാൽ കപ്പലുകൾ യമൻ തീരം ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയന്റെ സമുദ്ര സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഇറാന് പിന്തുണയറിയിച്ച യമനിലെ ഹൂതി വിമതർ ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു. ഇവർ മേഖലയിലൂടെ പോകുന്ന കപ്പലുകളെയും ആക്രമിച്ചേക്കും. അതേസമയം ടെഹ്റാനിൽ റവല്യൂഷണറി ഗാർഡിന്റെ താൽക്കാലിക കമാൻഡ് സെന്ററുകൾ തകർത്തെന്ന് ഇസ്രയേൽ അറിയിച്ചു. തെക്കൻ ഇസ്രയേലിലെ നിയോട്ട് ഹോവാവിൽ കെമിക്കൽ പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ആളപായമില്ല. എന്നാൽ അപകടകരമായ രാസവസ്തുക്കൾ വായുവിലേക്ക് ചേരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന്റെ സാഹചര്യം ഗുരുതരമെന്ന് റഷ്യയും പറഞ്ഞു. നിലവിൽ റിയാക്ടറുകൾക്ക് കേടുപാടോ ആണവ ചോർച്ചയോ ഇല്ല. റഷ്യയുടെ സഹകരണത്തോടെയാണ് നിലയത്തിന്റെ പ്രവർത്തനം. നിലയത്തിന് സമീപം ഒന്നിലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനിലെ ഇസ്ഫഹാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെ US ഇസ്രായേൽ ആക്രമണം നടത്തി. 4 ജീവനക്കാർക്ക് പരിക്കുപറ്റി. ഹോമോസ്കൻ പ്രവിശ്യയിലെ തുറമുഖത്തിനുണ്ടായ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി കപ്പലുകൾ തകർത്തു. ഖത്തർ ആസ്ഥാനമായുള്ള ടെലിവിഷൻ നെറ്റ്വർക്ക് അൽ അറബിയുടെ ടെഹ്റാനിലെ ഓഫീസിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്ക്. തെക്കൻ ഇസ്രയേലിന് നേരെ ഇറാന്റെ ശക്തമായ ആക്രമണം ഉണ്ടായി. റഡാർ, എയർപോർട്ട് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന് ഇറാനും പറഞ്ഞു. അറബിക്കടലിലൂടെയുള്ള US-ന്റെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. US-ന്റെ ഡ്രോണും F-16 യുദ്ധവിമാനവും വെടിവെച്ചിട്ടെന്ന് ഇറാന്റെ അവകാശവാദവുമുണ്ട്. ബഹ്റിന്റെ സമുദ്രപരിധിയിൽ രാത്രികാല ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെയാണ് നിയന്ത്രണം. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഇറാന്റെ ആക്രമണ ശ്രമം തകർത്തു. അതേസമയം ഇറാനിലെ ഊർജ്ജ വൈദ്യുതി വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ US-ഉം ഇസ്രയേലും ആക്രമണം ഘടിപ്പിച്ചു. ടെഹ്റാൻ, കറാച്ച് തുടങ്ങിയ വടക്കൻ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ വൈദ്യുതി നിലച്ചു. ഇറാനിലെ ആയുധ നിർമ്മാണശാലകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. കിഴക്കൻ ടെഹ്റാനിലെ മെഹറാബാദ് വിമാനത്താവളത്തിന് നേരെയും വടക്കു പടിഞ്ഞാറൻ തബ്രിസിലെ പെട്രോ കെമിക്കൽ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി. തെക്കൻ ടെഹ്റാനിൽ നാഷണൽ ബാങ്കിന്റെ ഓഫീസിനും ഫാക്ടറിക്കും നേരെയും ആക്രമണം ഉണ്ടായി. ഇസ്രയേലിൽ ഇറാൻ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. സൗദിയുടെ കിഴക്കൻ മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമം തടഞ്ഞെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച US ഇസ്രയേൽ സഖ്യം ആക്രമിച്ച ഇറാന്റെ ഖനജല പ്ലാന്റ് തകർന്നെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. കോണ്ഡാബിലെ പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലെന്നും പ്ലാന്റിൽ ആണവ വസ്തുക്കളൊന്നുമില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. മേഖലയിലെ US ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും വീടുകൾ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആഭ്യന്തര സുരക്ഷാ കമാൻഡർ മജീബ് സബറിയ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നടപടി തുടങ്ങിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരു ഇസ്രായേൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ കരാറിനായി യാചിക്കുകയാണെന്നും അവർ നേരിടുന്ന തകർച്ചയിൽ ഒത്തുതീർപ്പിന് തയ്യാറാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹോർമുസ് പിടിച്ചടക്കുന്നതുൾപ്പെടെയുള്ള ആക്രമണാത്മകമായ സാധ്യതകൾ ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ US സെൻട്രൽ കമാൻഡ് മേധാവി ഇസ്രായേൽ സന്ദർശിച്ചു. US സൈന്യവുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ നടത്താനിരുന്ന ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.